നമ്മുടെ ഈ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന സബ്ജക്റ്റിൽ പല ഏരിയാസിലായിട്ട് സ്പ്രെഡ് ചെയ്തിങ്ങനെ കിടക്കുന്ന ഷഫിൾ ചെയ്ത് കിടക്കുന്ന ചില ടേംസുകൾ നമുക്ക് പരീക്ഷയ്ക്ക് 1 മാർക്ക് 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചില ടേംസുകൾ. ഇത് മൊഡ്യൂൾ വൈസ് ഒന്നുമല്ല, നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ പല ഏരിയയിലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില ടേംസുകളാണ്. നമുക്ക് 1 മാർക്ക് 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചില ടേംസുകളാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് പഠിക്കാനുള്ള 5 മൊഡ്യൂളിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആവാം. അപ്പോൾ പ്രധാനപ്പെട്ട ചില ടേംസുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഒരു 10-15ഓളം ടേം ഉണ്ട്. ഓക്കെ, എങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്ന ഒരു 15ഓളം ടേംസുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബുക്കിലോട്ടൊന്ന് കുറിച്ച് വെച്ചേക്കണേ. ഫസ്റ്റ് ഒരു ടേം എന്ന് പറയുന്നത് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. ഇത് സ്ഥിരമായിട്ട് വരുന്നൊരു 1 മാർക്ക് ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി? സംഭവം വേറൊന്നുമല്ല, ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ വിളിക്കുന്ന മറ്റൊരു പേര് മാത്രമാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെമി ഗവൺമെൻറ്റും എല്ലാം ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിന് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് മാത്രമല്ല ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്ന ചോദ്യത്തിൻ്റെ ആൻസർ ഒന്നാമത് പറയേണ്ടുന്നത് അതിൻ്റെ മറ്റൊരു പേര് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെമി ഗവൺമെൻറ്റും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി വിളിക്കുന്ന പേരാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. അപ്പോൾ അത് പഠിച്ചല്ലോ. പിന്നൊരു ടേമാണ് ലീസിങ്. ലീസിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ പാട്ടത്തിന് കൊടുക്കുക എന്ന് പറയും. അതായത് ഒരു അസറ്റ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്. അയാളത് പൈസ ഒന്ന് വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ യൂസ് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അതായത് ഒരു റെൻറ്റിൻ്റെ ബേസിൽ, ഒരു പേയ്മെൻറ്റ് ഓഫ് റെൻറ്റിൻ്റെ ബേസിൽ ഈ പറയുന്ന അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു കോൺക്രീറ്റ് മിക്സർ ആയിരിക്കാം, ഒരു മെഷീനറി ആയിരിക്കാം, വെഹിക്കിൾ ആയിരിക്കാം. അത് മറ്റൊരാൾക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കും. ഈ അസറ്റിൻ്റെ ഓണറെയാണ് നമ്മൾ ലെസ്സർ എന്ന് വിളിക്കുന്നത്, അത് ഉപയോഗിക്കുന്നയാളെയാണ് ലെസ്സി എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ശരിക്കും സെക്കൻഡ് സെം അക്കൗണ്ടിങ്ങിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു യൂസ് ആണ്. ഒരു അസറ്റ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത് ഒരു പീരീഡിലേക്കാണ്. അതിനൊരു ലീസ് റെൻറ്റും അടയ്ക്കും. ആ ഒരു പ്രൊസീജിയറിനെയാണ് ലീസിങ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു ടേമാണ് ഫാക്ടറിങ്. ഫാക്ടറിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഫാക്ടറി എന്ന ടേമുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് മറ്റൊരു ടേമാണ് ഫാക്ടറിങ്. ഫാക്ടറിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനികൾക്കെല്ലാം ഡെറ്റേഴ്സ് ഉണ്ടാവും. എല്ലാ കച്ചവടക്കാർക്കും കടത്തിന് സാധനം വിൽക്കുമ്പോൾ നമുക്ക് പൈസ തരാനുള്ളവർ, അതാണല്ലോ ഡെറ്റേഴ്സ്, ഇല്ലയോ? ആരാ ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ളവർ. അപ്പോൾ ഈ പറയുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്കെല്ലാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഡെറ്റേഴ്സ് കാണും. അവരെന്തായാലും അവർ പറഞ്ഞിരിക്കുന്ന പീരീഡ് കഴിഞ്ഞിട്ടേ പൈസ തരത്തുള്ളൂ. അവർ പറയുന്നത് 3 മാസത്തിനകം പൈസ തരാം. അപ്പോൾ 3 മാസത്തിനകം അവരിൽ നിന്ന് പൈസ പ്രതീക്ഷിച്ചാൽ മതി. ഈ ഫാക്ടറിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, നമ്മുടെ കമ്പനിക്ക് പൈസ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഈ ഡെറ്റേഴ്സിനെ, അതായത് ഈ ബുക്ക് ഡെറ്റിനെ മറ്റൊരു ഏജൻസിക്ക് വിൽക്കുന്നത് പോലെയാണ്. അതാണ് ഈ ഫാക്ടറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡെറ്റേഴ്സിനെ മറ്റൊരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറിക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ആ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി നമുക്ക് ഈ പറയുന്ന ഡെറ്റേഴ്സിന് ഈക്വലൻ്റായ എമൗണ്ട് അല്ല, ഒരു എമൗണ്ട് കുറച്ചായിരിക്കും നമുക്ക് തരുന്നത്. അതാണ് അവരുടെ ഒരു ലാഭം എന്ന് പറയുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു ബിസിനസ് സ്ഥാപനത്തിന് 50,000 രൂപയുടെ ഡെറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നൊരു കമ്പനിക്ക് 50,000 രൂപയുടെ ഡെറ്റേഴ്സ് ഉണ്ട്. അവർക്കിപ്പോൾ പൈസയ്ക്ക് ഭയങ്കര അത്യാവശ്യം. ഇവർ ഈ 50,000 രൂപയുടെ ഡെറ്റേഴ്സിന് ഒരു ഫാക്ടറിങ് ഏജൻറ്റിന് വിൽക്കുന്നത് പോലെയാണ്. പുള്ളിക്കാരൻ 45,000 രൂപ എ എന്ന കമ്പനിക്ക് കൊടുക്കും. എന്നിട്ട് ഈ 50,000 രൂപ ഡെറ്റേഴ്സിൻ്റെ നിന്ന് ഈ ഫാക്ടറിങ് ഏജൻറ്റാണ് പിന്നെ സമയമാകുമ്പോൾ പോയി പിരിച്ചെടുക്കുന്നത്. ഈ രീതിയിൽ ഡെറ്റേഴ്സിനെ നമ്മൾ മറ്റൊരു ഏജൻസിക്ക് കൊടുത്ത് തൽക്കാല ആവശ്യത്തിനുള്ള പൈസ വാങ്ങി കാര്യങ്ങൾ നടത്തുന്നതിനെയാണ് ഫാക്ടറിങ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെ പരീക്ഷയ്ക്ക് പഠിച്ചെഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ മതിയെ മനസ്സിലായോ? നമ്മുടെ കമ്പനിയുടെ ബുക്ക് ഡെറ്റ് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ആ പണം കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഡെറ്റേഴ്സിന് പൈസ ആർക്ക് കൊടുക്കും? ഡെറ്റേഴ്സിന് പൈസ ആ ഏജൻസിക്കായിരിക്കും കൊടുക്കുന്നത്. അതാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ലോൺ സിൻഡിക്കേഷൻ. വേറൊരു പ്രധാനപ്പെട്ട ടേമാണ് ലോൺ സിൻഡിക്കേഷൻ. ലോൺ സിൻഡിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ബാങ്കുകൾ ചേർന്ന്, ഉദാഹരണത്തിന് മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാൾക്ക്, ഒരു എക്സാമ്പിളാണ്, മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു 50 കോടിയുടെ ലോൺ വേണം. വലിയൊരു എമൗണ്ട്, 50 കോടി. എക്സ് എന്ന ബാങ്കിനെ അപ്രോച്ച് ചെയ്തു. മിസ്റ്റർ എ എന്ന് പറയുന്നയാൾ 50 കോടി രൂപ ലോണിന് വേണ്ടി എക്സ് എന്ന ബാങ്കിനെ അപ്രോച്ച് ചെയ്തു. എക്സ് എന്ന ബാങ്കിന് അറിയാം ഈ മിസ്റ്റർ എ ജെന്യുവിനാണ്, ഈ ലോൺ കൊടുത്താൽ കൃത്യമായിട്ട് പലിശ കിട്ടും, യാതൊരു പ്രശ്നവുമില്ല.
പക്ഷേ എക്സ് എന്ന ബാങ്കിന് മാത്രമായിട്ട് ഈ 50 കോടിയുടെ റിസ്ക് എടുക്കാൻ വയ്യ. അതിന് എക്സ് എന്ന ബാങ്ക് വൈ എന്ന ബാങ്കിനെയും ഇസഡ് എന്ന ബാങ്കിനെയും കൂടെ കൂട്ടുപിടിച്ച് ഇവർ 3 പേരും കൂടെ ചേർന്നായിരിക്കും എക്ക് ലോൺ കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു കൂട്ടായ്മയാണ് സത്യത്തിൽ ലോൺ സിൻഡിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് ലോൺ സിൻഡിക്കേഷൻ. മറ്റുള്ള ബാങ്കുകളുടെ ഒരു വില്ലിങ്നെസ്സോട് കൂടി ഒരു ബാങ്ക്, അതായത് ആ ബാങ്കിനെ ലീഡ് മാനേജർ എന്ന് പറയും, ആ ബാങ്ക് അതായത് മെയിൻ ബാങ്കാണ് ലീഡ് മാനേജർ. അവർ മറ്റ് ബാങ്കുകളെയും കൂടെ സമീപിച്ച് ഈ പറയുന്ന റിസ്ക് കുറച്ചിട്ട് ലോൺ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ലോൺ സിൻഡിക്കേഷൻ. അതായത് ഒന്നിലധികം ബാങ്ക് ചേർന്നായിരിക്കും അപ്പോൾ ആ ലോൺ കൊടുക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ബാങ്ക് മെയിനായിട്ട് നിൽക്കും, അതാണ് ഈ ലീഡ് മാനേജർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ലോൺ സിൻഡിക്കേഷൻ. മറ്റൊന്ന് വെഞ്ചർ ക്യാപിറ്റൽ. ഇതൊക്കെ പലയിടത്തായിട്ട് കേട്ടതാണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടുന്ന ബിസിനസ്സിലേക്ക് പണം മുടക്കുന്ന പരിപാടിക്കാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വെഞ്ചർ ക്യാപിറ്റൽ ഈസ് എ ലോങ് ടേം റിസ്ക് ക്യാപിറ്റൽ ടു ഫിനാൻസ് ഹൈ ടെക്നോളജി പ്രോജക്റ്റ് വിച്ച് ഇൻവോൾവ്സ് റിസ്ക് ബട്ട് അറ്റ് ദ സെയിം ടൈം ഹാസ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത്. നല്ല റിസ്ക്കുള്ള, നല്ല രീതിയിൽ എമൗണ്ട് മുടക്കേണ്ടുന്ന, എന്നാൽ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ്സിലേക്ക് നമ്മൾ മുടക്കുന്ന പൈസയ്ക്കാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അടുത്ത ടേം എന്താ? LOC. ലൈൻ ഓഫ് ക്രെഡിറ്റ്. ലൈൻ ഓഫ് ക്രെഡിറ്റ് അഥവാ LOC എന്ന് പറയുന്നത് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഇമ്പോർട്ടും എക്സ്പോർട്ടും എന്ന് പറയുമ്പോൾ 2 രാജ്യങ്ങൾ വരുമല്ലോ. അപ്പോൾ ഒരു രാജ്യത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും, അതായത് എക്സ്പോർട്ടറുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇമ്പോർട്ടറുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്. അതായത് ഈ പണമിടപാട് ഓക്കെയാണ്, ജെനുവിനാണ്, യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞ് 2 ആളുകളുടെയും ബാങ്കുകൾ തമ്മിലുള്ളൊരു ഇടപാടിനെയാണ് ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയിലുള്ള ഇമ്പോർട്ടറും അമേരിക്കയിലെ എക്സ്പോർട്ടറും അവരുടെ ബാങ്കുകൾ തമ്മിൽ നടത്തുന്ന ഒരു അഗ്രിമെൻറ്റിനെയാണ് ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് എന്താ? ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഡെപ്പോസിറ്റും റെസിപ്റ്റും ഒക്കെ എഴുതി വെക്കും. അങ്ങനൊന്നുമല്ല. ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തുള്ള, ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾക്ക് അമേരിക്കയിൽ ചെന്ന് ഷെയർ ട്രേഡിംഗ് നടത്താനോ അല്ലെങ്കിൽ തിരിച്ച് അമേരിക്കയിലുള്ള ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ ട്രേഡിംഗ് നടത്താനോ സൗകര്യമൊരുക്കുന്നത് ഈ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്നൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ചാണ്. ഇതാ എഴുതിയിരിക്കുന്ന നോക്കിയേ. A depository receipt is a negotiable financial instrument that allows investors of any country to trade or invest in shares of a company in any other country. ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. A depository receipt is a negotiable financial instrument that allows investors of any country to trade or invest in the shares of a company in any other country. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഡീലിംഗ് ആണ്. അതാണ് പറയുന്നത്, ഇന്ത്യയിലുള്ള ഒരാൾക്ക് അമേരിക്കയിലെ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാനോ വിൽക്കാനോ അവിടെ ട്രാൻസാക്ഷൻ നടത്താൻ, ഇന്ത്യയിലുള്ള ഒരാൾക്ക് അമേരിക്കയിലെ ഒരു കമ്പനിയുടെ ഷെയറിൽ ഡീൽ ചെയ്യണമെങ്കിലോ അമേരിക്കയിലുള്ള ഒരാൾക്ക് തിരിച്ചിവിടെ വന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഷെയർ ട്രേഡിംഗ് നടത്തണമെങ്കിലോ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്തുള്ള ആളുകൾക്ക് ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വന്ന് ട്രാൻസാക്ഷൻ നടത്താനായിട്ടാണ് IDR ഇഷ്യൂ ചെയ്യുന്നത്. ഓരോ രാജ്യത്തിൻ്റെ പേര് നോക്കിയാൽ മതി. അതായത് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് പണം റൈസ് ചെയ്യാൻ വേണ്ടിയാണ്. തിരിഞ്ഞു പോവല്ലേ. ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്തുള്ള കമ്പനികൾക്ക് ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്ന് പണം റൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് അപ്പോൾ ADR, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്തായിരിക്കും? അവിടെയും ഇങ്ങനെ തന്നെയാണ്. മറ്റു രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് അമേരിക്കയിൽ നിന്നും US-ൽ നിന്നും പണം റൈസ് ചെയ്യാനായിട്ടാണ് ADR യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ പേരനുസരിച്ച് അതാത് രാജ്യത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയാണ്. വിദേശ രാജ്യത്തുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്ന് പണം റൈസ് ചെയ്യാനായിട്ടാണ് IDR. ഓക്കെ, ADR എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് ADR. ദെൻ ഒരു GDR ഉണ്ട്, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലും US-ലും അല്ലെങ്കിൽ രണ്ടിടത്തും മറ്റ് യൂറോപ്പിലും US-ലും അല്ലാത്ത മറ്റ് രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് യൂറോപ്പിൽ നിന്നോ US-ൽ നിന്നോ ഷെയർ ട്രേഡിംഗ് നടത്താനായിട്ടാണ് GDR ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന
ഇതൊരു കണക്റ്റഡ് ടോപ്പിക്കാണ്. ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു രാജ്യത്തുള്ള ഒരാൾക്ക് മറ്റൊരു രാജ്യത്ത് ചെന്ന് ഷെയർ ട്രേഡിംഗ് നടത്താനായിട്ടുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന ഇൻസ്ട്രുമെൻ്റ് വഴിയാണ്. അതിൽ IDR എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്തുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ നിന്നും പണം റൈസ് ചെയ്യാനായിട്ടാണ് IDR. വിദേശ രാജ്യത്തുള്ള, അതായത് അമേരിക്കയെ സംബന്ധിച്ച് മറ്റ് രാജ്യങ്ങളുള്ളവർക്ക് അമേരിക്കയിൽ നിന്നും പണം റൈസ് ചെയ്യാനായിട്ടാണ് ADR. മറ്റ് രാജ്യങ്ങൾ, അതായത് അമേരിക്കയും യൂറോപ്പും ഒഴികെ, US-ഉം യൂറോപ്യൻ കൺട്രീസ് ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഈ യൂറോപ്പിൽ നിന്നോ US-ൽ നിന്നോ പണം കണ്ടെത്താനായിട്ടാണ് GDR യൂസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ടേം പഠിക്കാം, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. ഒരു മാർക്കിനൊക്കെ വരാം, എളുപ്പമാണ്. ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്. ദ ഡിസൈൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇന്നവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആൻഡ് പ്രോസസ് ആൻഡ് ദ ഫോർമുലേഷൻ ഓഫ് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ഇൻ ഫിനാൻസ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ രീതിയിലുള്ള ക്രിയേറ്റീവ് സൊല്യൂഷൻസും ഇന്നൊവേറ്റീവ് പ്രോസസ്സും കൊണ്ടുവരുന്നതിനെയാണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. ഈ ട്രഡീഷണൽ മെത്തേഡെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് പുതിയ മെത്തേഡ്സ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതിനെയാണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് 2 ടേം ആട്ടോ, എഫക്റ്റീവ് റിട്ടേണും റിയൽ റിട്ടേണും. 2 ടേം ഉണ്ട്, എഫക്റ്റീവ് റിട്ടേണും റിയൽ റിട്ടേണും. എന്താണ് ഈ എഫക്റ്റീവ് റിട്ടേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു വരുമാനമാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കേട്ടോ, 5000 രൂപയുടെ ഒരു ഷെയർ നമ്മൾ 6000 രൂപയ്ക്ക് വിറ്റു. 1000 രൂപയാണല്ലോ റിട്ടേൺ കിട്ടുന്നത്, ഇല്ലയോ? 5000 രൂപയുടെ ഒരു ഷെയർ നമ്മൾ 6000 രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് 1000 രൂപ ബെനിഫിറ്റ് കിട്ടും. ഇനി ആ കമ്പനി ഒരു 100 രൂപ ഡിവിഡൻഡും കൂടെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ടോട്ടൽ ലാഭം, ടോട്ടൽ റിട്ടേൺ 1100. നമ്മൾ 5000 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങി, കമ്പനി നമുക്ക് 100 രൂപ ഡിവിഡൻഡ് തന്നിട്ടുണ്ടായിരുന്നു, ഇനി നമ്മളത് 6000 രൂപയ്ക്ക് വിൽക്കുന്നു. മൊത്തം ബെനിഫിറ്റ് എത്രയാണ്? 1100. സിംപ്ലി ഈ 1100 എന്ന് പറയുന്നത് എഫക്റ്റീവ് റിട്ടേൺ ആണ്. നമ്മളിവിടെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല, അഥവാ ഇൻഫ്ലേഷൻ റേറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. എന്നോ ഒരു 5000 രൂപയുടെ ഷെയർ വാങ്ങി അത് എന്നോ ഒരു 6000 രൂപയ്ക്ക് വിറ്റു, നമ്മൾ പറയുന്നത് 1000 രൂപ അല്ലെങ്കിൽ 1100 രൂപ ലാഭം. പക്ഷേ ഈ 5000 രൂപയ്ക്ക് വാങ്ങിയത് 4 കൊല്ലം മുമ്പാണ്, 6000 രൂപയ്ക്ക് വിറ്റത് ഇന്നാണ്. ഈ 4 വർഷത്തിനിടെ ഭയങ്കര വിലക്കയറ്റം ഉണ്ടായി. ശരിക്കും ഈ 1000 എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്താൽ 5000 രൂപയ്ക്ക് ഷെയർ വാങ്ങിയ സമയത്തുള്ള പണത്തിൻ്റെ മൂല്യമല്ല ഇന്നത്തത്. അതൊന്നും കൺസിഡർ ചെയ്യാതെയാണ് വെറുതെ ഒരു എമൗണ്ട് പറഞ്ഞാൽ അത് എഫക്റ്റീവ് റിട്ടേൺ. വി ഡസ് നോട്ട് കൺസിഡർ ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാതെയാണ് റിട്ടേണിനെ പറ്റി പറയുന്നതെങ്കിൽ അതാണ് എഫക്റ്റീവ് റിട്ടേൺ. എന്നാൽ റിയൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി അഥവാ ഇൻഫ്ലേഷൻ റേറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 4% റിട്ടേൺ കിട്ടി, പക്ഷേ 2% ഇപ്പോഴത്തെ വിലക്കയറ്റം. നമ്മളെ സംബന്ധിച്ച് വെറും 2% മാത്രമേ റിട്ടേൺ കിട്ടിയിട്ടുള്ളൂ. നോക്കൂ, ഞാൻ 5000 രൂപയ്ക്ക് ഷെയർ വാങ്ങി അത് 6000 രൂപയ്ക്ക് വിറ്റു എന്നല്ലേ പറയുന്നത്. ഈ ഗ്യാപ്പിനിടയിൽ 2% ഇവിടെ ഇന്ത്യയുടെ വിലക്കയറ്റം, ഇൻഫ്ലേഷൻ. ആ 2% വിലക്കയറ്റം ഉള്ളപ്പോൾ എനിക്ക് ഈ റിട്ടേൺ 1000 എന്ന് പറഞ്ഞാലും ഈ 2% കൂടെ കുറയ്ക്കേണ്ടി വരും. എൻ്റെ വിലക്കയറ്റം അഥവാ ടൈം വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് ഞാൻ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നോർമൽ റിട്ടേണിൽ നിന്ന് ഇൻഫ്ലേഷൻ റേറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് റിയൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ആ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്ത് അത് ആ ടോപ്പിക് വെച്ച് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെയൊക്കെ പേരൻസ് പണ്ട് പറയത്തില്ലല്ലോ, പണ്ടെന്ന് പറയുമ്പോൾ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത് കിട്ടുമായിരുന്നു, 10 രൂപയ്ക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ. ഇന്നത് കിട്ടണമെങ്കിൽ 200 രൂപ. ഈ ഒരു കോൺസെപ്റ്റാണ് ഇൻഫ്ലേഷൻ റേറ്റ്, ഈ വിലക്കയറ്റം. ഓക്കെ, സോ ഒരു 50 കൊല്ലം മുമ്പൊക്കെ കഥയൊക്കെ വരുന്ന പറഞ്ഞിട്ടില്ലേ. അപ്പം പണ്ടത്തെ 10 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ 1000 രൂപയ്ക്ക് തുല്യമാണെന്നൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ പറയത്തില്ലേ. പണ്ടത്തെ റെമ്യൂണറേഷൻ വെറും 5000 ആയിരുന്നു, ഇന്നതിന് 5 ലക്ഷത്തിൻ്റെ വിലയുണ്ട്. സോ അന്നത്തെ 5000 ഇന്നത്തെ 5 ലക്ഷവും സെയിം ആണെങ്കിൽ അന്നത്തെ 5000ത്തിന് ഈക്വലൻ്റ് ആയിട്ട് ഇന്നത്തെ 5 ലക്ഷം കിട്ടിയാൽ നമുക്ക് 4,95,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇവിടെ പണ്ടത്തെ ഒരു 5000 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയിട്ട് ഇന്നൊരു 5 ലക്ഷം വരുമ്പോൾ ആക്ച്വലി ഇവിടെ സെയിം റിട്ടേണേ വരുന്നുള്ളൂ. ഒരു 30 കൊല്ലം മുമ്പ് ഞാൻ 5000 രൂപയ്ക്ക് 30 കൊല്ലം മുമ്പ് ഞാൻ 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷെയർ
ഇന്ന് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് 4,95,000 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ കോൺസെപ്റ്റാണ്. കാരണം അന്നത്തെ 5,000 ഇന്നത്തെ 5 ലക്ഷവും കൂടെ കമ്പയർ ചെയ്താൽ തെറ്റാണ്. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? ഒരു 30 വർഷം മുൻപ് ഞാൻ 5,000 രൂപയ്ക്ക്, 30 വർഷം മുമ്പാണ് ഞാൻ 5,000 രൂപയ്ക്ക് ഷെയർ വാങ്ങി. ഇന്ന് ഞാനത് 5 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഭയങ്കര ഹാപ്പി. ഞാൻ പറയുവാണ് 4,95,000 രൂപ ലാഭം കിട്ടി. അത് തെറ്റല്ലേ? കാര്യം അന്നത്തെ 5,000ൻ്റെ വാല്യൂ അത്രത്തോളം ഉണ്ടായിരുന്നു. അതും കൂടെ കൺസിഡർ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് നക്കാപ്പിച്ചായിരിക്കും കിട്ടിയത്, വളരെ കുറവായിരിക്കും റിട്ടേൺ കിട്ടിയത്. അങ്ങനെ കൺസിഡർ ചെയ്ത് പറയുന്നതാണ് റിയൽ റിട്ടേൺ. അത് കൺസിഡർ ചെയ്യാതെ വലിയ വീരവാദം അടിക്കുന്നതാണ് എഫക്റ്റീവ് റിട്ടേൺ. അപ്പോൾ എഫക്റ്റീവ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആ ആക്ച്വൽ എമൗണ്ട് ആണ് പറയുന്നത്, വേറെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. റിയൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണിയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേമാണ് മാർക്ക് ടു മാർക്കറ്റ്. മാർക്ക് ടു മാർക്കറ്റ്, MTM. മാർക്ക് ടു മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷെയറിൻ്റെ അപ്പോഴപ്പോഴുള്ള, ഷെയറിൻ്റെ മിനിറ്റ് ബൈ മിനിറ്റുള്ള അപ്പോഴപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്ത് പോകുന്നതിനെയാണ് മാർക്ക് ടു മാർക്കറ്റ്. മാർക്കറ്റിൽ ഓരോ മിനിറ്റിലും ഈ പറയുന്ന സെക്യൂരിറ്റിക്ക് എന്തുമാത്രം വില വ്യത്യാസം വരുന്നതെന്ന് ഇങ്ങനെ നോക്കി എടുക്കുന്നതിനെയാണ് മാർക്ക് ടു മാർക്കറ്റ്. ഡെയിലി റീവാലുവേഷൻ ഓഫ് സെക്യൂരിറ്റി റിഫ്ലക്റ്റ് ഇറ്റ്സ് കറണ്ട് മാർക്കറ്റ് വാല്യൂ. ബുക്ക് വാല്യൂ, അക്വിസിഷൻ പ്രൈസോ ഒന്നുമല്ല. ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ കുറച്ച് ഷെയർ വാങ്ങി വെച്ചിരിക്കുവാണ്. അത് വാങ്ങിയത് 100 രൂപയ്ക്കാണ്. അതവിടെ നിൽക്കട്ടെ, അതിന് ഇന്ന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനെയാണ് മാർക്ക് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ടേംസാണ് പ്രധാനമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേംസുകളെല്ലാം ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരിക്കണം നമ്മൾ. ഞാൻ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാര്യം ഒരു മാർക്കിനൊക്കെ വിശാലമായിട്ട് എഴുതണമെന്നില്ല. ആ പോയിന്റ് എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ടിരുന്നാൽ മതി. ഇപ്പം LOC എന്ന് പറയുമ്പോൾ ദൈവം എന്തുമായിരിക്കും? അറ്റ്ലീസ്റ്റ് LOC ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എ ബാങ്ക് ഓഫ് ആൻ എക്സ്പോർട്ടർ ആൻഡ് എ ബാങ്ക് ഓഫ് ആൻ ഇമ്പോർട്ടർ ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ ഫോറിൻ ട്രേഡ് ഇൻ ഇങ്ങനെയൊക്കെ എഴുതി അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കൊരു മാർക്ക് കിട്ടും. ഒരു മാർക്ക് വാങ്ങാനായിട്ട് നിങ്ങളൊക്കെ ഭയങ്കര അന്താരാഷ്ട്ര തലത്തിലൊന്നും ചിന്തിക്കേണ്ട. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ LOC എന്ന് പറയുമ്പം ചെറിയൊരു ഐഡിയ ഉണ്ട്. ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ടിന് വേണ്ടിയുള്ളതാണല്ലേ. അപ്പം ഇമ്പോർട്ടറുടെയും എക്സ്പോർട്ടറുടെയും ബാങ്കുകൾ നമ്മളൊരു എഗ്രിമെൻ്റ് ആണെന്നെങ്ങാനും എഴുതി വെച്ചാൽ തന്നെ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ അറിയാത്തൊരുത്തൻ ഒരിക്കലും എഴുതില്ല. അവൻ ഫാക്ടറി എഴുതി വെക്കത്തുള്ളൂ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാക്ടറീസ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതി കഴിക്കും. അതൊന്നും അല്ല ചോദിക്കുന്ന. ഫാക്ടറി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫാക്ടറിങ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ഡെറ്റേഴ്സ് ഓഫ് എ കമ്പനി ടു ആൻ ഏജൻസി കോൾഡ് ഫാക്ടർ. മതി, അത്രയും മതി, ഒരു മാർക്ക് കിട്ടും. നമുക്ക് കോൺസെപ്റ്റ് അറിയാവോ ഇല്ലയോ എന്നുള്ളതാണ്. പേപ്പർ നോക്കുന്ന ആൾക്കത് വായിക്കുമ്പോൾ തോന്നണം ഇവനപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഒരു മാർക്ക് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് 1 മാർക്ക് 2 മാർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ മതി. അതുകൊണ്ടാണ് ഇത്രയും കാര്യം. ഇപ്പോൾ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്, അതിന് എഞ്ചിനീയർമാരുമായിട്ടൊരു ബന്ധമില്ല. ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് മോഡേൺ ടെക്നിക്സ്, നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇൻ ഫിനാൻസിലെ സൊല്യൂഷൻസ് ആയിട്ട് മോഡേൺ ടെക്നിക്കുകൾ കൊണ്ടുവരുന്നതിനെയാണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ വേണമെങ്കിൽ ടേംസ് ഒന്ന് ഓർത്ത് വെച്ചേക്കാൻ. എന്തെങ്കിലും ബാബാബാബെങ്കിലും എഴുതി വെക്കണ്ടേ? ഈസും വാസും വേറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോലും കുഴപ്പമൊന്നുമില്ല. കോൺസെപ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ ഫാക്ടറിങ് എന്താണെന്ന് ചോദിച്ചാൽ ബുക്ക് ഡെറ്റ് അല്ലെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ ആണെന്നൊക്കെ കണ്ടാൽ തന്നെ പോട്ട് ഒരു മാർക്കെന്ന് വിചാരിക്കും. അതല്ലാതെ ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു ഫാക്ടറീസ് ആക്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാക്ടറീസ് എന്ന് എഴുതി വെച്ചാൽ ഒന്നും കിട്ടില്ല. എന്തെങ്കിലും എഴുതി വെക്കുന്ന നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്നത് ഇത് എഴുതി വെക്കാനല്ല. ഫാക്ടറിങ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അറിയാത്തൊരു കുട്ടി അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വേണം. ട്രാൻസ്ഫർ ഓഫ് ഡെറ്റേഴ്സ് ടു ആൻ ഏജൻസി മതി, ചിലപ്പോൾ ഒന്നങ്ങ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഈ ടേംസ് എല്ലാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെച്ചേക്കാം. ഓക്കെ.